ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ സനി. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് നല്ല മുള കാണുള്ളൂ വിവേകായിട്ട് നല്ലത് നാണ്. ഹൈ ഗൈസ്, അപ്പോൾ നമ്മളിന്ന് ഓക്കെ ഹൈ ഗൈസ്, അപ്പോൾ നമ്മളിന്നൊരു കുഞ്ഞു വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു വ്ളോഗ്. അപ്പോൾ ഇന്ന് സൺഡേ ആണ്. അപ്പോൾ സൺഡേ വാട്ട്സ് ഇൻ അവർ സൺഡേയിൽ ഞങ്ങളുടെ ഒരു ദിവസമാണ്. സൺഡേ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല. പ്രത്യേകിച്ച് അതൊരു കെയറിങ് ആയ സമയം ആയതുകൊണ്ട് തന്നെ സൺഡേയിലും മൺഡേയിലും എന്തായാലും നമുക്കൊരു കാര്യമില്ല. നമ്മൾ വെറുതെ ഇരിക്കുക. അങ്ങനത്തെ ഒരു എന്നും ക്ഷീണം, എന്നും അതൊരു പരിതാപമായ അവസ്ഥയായിരുന്നു. പ്രത്യേകിച്ച് നമുക്ക് സെക്കൻഡ് പ്രഗ്നൻസി ആകുമ്പോൾ നമുക്ക് ഭയങ്കര ക്ഷീണമായിരിക്കും. കാരണം എന്താ വെച്ചാൽ എൻ്റെ തന്നെ പെട്ടെന്നുള്ള പ്രഗ്നൻസി ആയിരുന്നു. അപ്പം മൂത്താളും കുഞ്ഞതാണ്. അപ്പോൾ അവളെ നോക്കണം. ഞാനും ഭയങ്കര വീക്കായിരിക്കും. അപ്പോൾ ഭയങ്കരമായിട്ടൊരു സ്ട്രെസ്ഫുള്ളായിട്ടുള്ളൊരു ഡെലിവറി പ്രഗ്നൻസി സ്റ്റോറി കേട്ടോ. ഫസ്റ്റ് ടൈം ആകുമ്പോൾ നമ്മൾ ഭയങ്കര രസമായിരിക്കും. ഫസ്റ്റ് ടൈം പ്രഗ്നൻസി ടൈം ഭയങ്കര കെയറിങ്ങും ഭയങ്കരമായിട്ട് നമുക്ക് ഭയങ്കര ഇതാവും. അപ്പോൾ സെക്കൻഡാമത്തെ പ്രഗ്നൻസി ആകുമ്പോഴാണ് നമ്മൾ സത്യം പറഞ്ഞാൽ ഈ പ്രഗ്നൻസിക്ക് രണ്ട് ഫേസുകളുണ്ട്. ഫസ്റ്റ് ഫേസ് സെക്കൻഡ് ഫേസ് അതാണ്. കാരണം എന്താ വെച്ചാൽ പ്രത്യേകിച്ച് നമ്മുടെ മൂത്ത മക്കൾക്കൊക്കെ ഭയങ്കര വാശി. അന്നുമോളുടെ കാര്യം പറയണമെങ്കിൽ ഭയങ്കര വാശിയായിരുന്നു. അപ്പോൾ നമ്മളൊരു സ്ട്രെസ്ഫുള്ളായിട്ടുള്ള ഒരു മൊമെൻറ്റിലൂടെ കടന്നു പോവുകയാണ്. അതായത് നമുക്ക് ഒന്നാമത് നമ്മൾ ഫിസിക്കലി ഭയങ്കര ടയേർഡായിരിക്കും. മെൻ്റലി നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. എൻ്റെ സ്റ്റോറി വെച്ച് പറയുകയാണെങ്കിൽ എന്താ പറയുക, അപ്പോൾ ഞാൻ കുഞ്ഞാവനെ പ്രഗ്നൻ്റ് ആയത് പെട്ടെന്നായിരുന്നു. ഞാൻ പോലും ചിന്തിക്കാത്ത സമയത്താണ് ഞങ്ങൾ സെക്കൻഡ് ബേബിന്ന് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത സമയത്താണ് ഞങ്ങൾ കെയറിങ് ആയത്. അപ്പോൾ ഞാൻ കെയറിങ് ആയ വിവരം ഞാൻ തന്നെ അറിഞ്ഞത് 3ാമത്തെ മാസത്തിലാണ്. അപ്പോൾ എനിക്ക് കുറേ ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഫുള്ള്. നിങ്ങൾ എന്തുകൊണ്ട് ആദ്യം പറഞ്ഞത്? ഞങ്ങൾ അറിയുന്നത് തന്നെ 3 മന്ത് ആയതിന് ശേഷം ഞങ്ങൾ അറിയണത്. അപ്പോൾ ഇവിടുന്നൊക്കെ കുറേ സ്വകാര്യം അടക്കം പറച്ചിലായിരുന്നു. അവരറിഞ്ഞിട്ട് അവർ ഹൈഡ് ചെയ്തതാണ്. ഹിഡൻ പ്രഗ്നൻസി ആയിരുന്നു അത്. അവരെ ഭയങ്കരമായിട്ട് സീക്രട്ടായിട്ട് കൊണ്ടുവന്നതാണ്. പലരും പറഞ്ഞു, നമ്മളെ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ പറഞ്ഞു നിങ്ങൾ അറിഞ്ഞിട്ട് പറയാത്തതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നോട്. അങ്ങനത്തെ അവസ്ഥ. പിന്നെ കുറച്ച് ഗ്രൂപ്പ് പറഞ്ഞത്, നീ പെട്ടെന്ന് പ്രഗ്നൻ്റ് ആയോ കയറി ഇത്ര പെട്ടെന്നോ അങ്ങനത്തെ കുറേ ക്വസ്റ്റ്യൻസ്. പിന്നെ മാത്രമല്ല, ഞാനും അന്നും കൂടി പോകുമ്പോൾ ചെറിയ കുട്ടിയില്ല, അതിനിപ്പോൾ എത്ര ആയാലും അതിനിപ്പോൾ എത്ര അങ്ങനത്തെ ഒക്കെ ഒരു ഇതിൽ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അപ്പോൾ ഭയങ്കരമായിട്ട് ഈ സെക്കൻഡ് പ്രഗ്നൻസി എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് ആലോചിക്കാനോ ഞാൻ വേഗം പ്രസവിച്ച് ഒന്ന് സെറ്റ് ചെയ്യാൻ മതി എന്ന് മനസ്സിലായിരുന്നു. വേഗം ഒന്ന് പ്രസവം കഴിയാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആരും അറിഞ്ഞ തൊട്ട് തന്നെ അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. നമ്മൾ എന്താ പറയുക, അത്രയ്ക്കും നമുക്ക് മടുത്തു പോലെ അങ്ങനത്തെ അവസ്ഥയാണ്. പുറത്തുനിന്നായാലും എല്ലായിടും നമുക്ക് പിന്നെ ഒന്നാമത് നമ്മൾ ഫിസിക്കലി ഭയങ്കര ടയേർഡാണ്. കാരണം അന്നു എന്ന് പറയുന്ന ഒരാൾ രാത്രി ഉറങ്ങാത്ത ഒരാളാണ്. അപ്പം നമ്മൾ ഇപ്പോൾ വിവേകിൻ്റെ വീട്ടിലാകുമ്പോൾ 9 മണി 9:30 ആകുമ്പോൾ വീട്ടിൽ ഉറങ്ങും. ഭക്ഷണം കഴിച്ച് ഫുഡ് കഴിച്ച് ഉറങ്ങും. ആ 9-9:30 തൊട്ട് നമ്മൾ ഒരു 4 മണി 4:30 വരെ നമ്മൾ അവളോട് ഇരിക്കുക, ഉറങ്ങണില്ല. നമ്മൾ കെയറിങ് ആണ്. അപ്പോൾ വിവേകിന് എത്ര ഇഷ്ടം നോക്കാൻ കഴിയും? വിവേകിന് രാവിലെ നിത്യം ഓഫീസിൽ പോകണം. അപ്പോൾ നമ്മൾ എത്ര നോക്കാൻ കഴിയും? ഞാൻ ഇവിടെയൊക്കെ ഒരു ഫോട്ടോ ടാഗ് ചെയ്യാൻ ഞാൻ അത് 2-3 മണിക്കൂർ ഞാൻ അവളായിട്ട് നിൽക്കുക. നമുക്ക് സങ്കടത്തിൽ ഒന്നാമത് ഈ പ്രീ പാർട്ടം ഡിപ്രഷനൊക്കെ സത്യമായിട്ടോ നമ്മൾ വിചാരിക്കുന്നതിലപ്പുറമാണത്. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് പറയാൻ വേണ്ടിയിട്ടാട്ടോ ഞാനിപ്പോൾ ഒരു വീഡിയോ ഇടുന്നത്. സത്യം പറഞ്ഞാൽ ഞാനിതിന് വോയിസ് ഓവർ കൊടുക്കുമെന്ന് വിചാരിച്ചില്ല. ഞാനിതൊക്കെ ഞാൻ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാൻ വിചാരിച്ചു അതിനേക്കാൾ നല്ലത് ഞാൻ ഈ ഒരു വോയിസ് ഓവർ ചെയ്യുന്നതാണെന്ന് കേട്ടോ. പിന്നെ ഞാൻ നന്നായിട്ടൊന്ന് ഉറങ്ങുന്നത് ഞാൻ എൻ്റെ വീട്ടിൽ പോകുമ്പോഴാണ്. അവാകുമ്പോൾ അമ്മ അവളാണ്ട് കൊണ്ടുപോകും. അമ്മനായിട്ട് അവൾ അഡ്ജസ്റ്റാണ്. ഇവിടെ പക്ഷേ അവൾ എല്ലാവരും അഡ്ജസ്റ്റ് അല്ല, പക്ഷേ അമ്മനായിട്ട് അവൾ നല്ല അഡ്ജസ്റ്റാട്ടോ. അപ്പോൾ അമ്മ ആകുമ്പോൾ ഓക്കെയാണ്. എനിക്കൊന്ന് ഉറങ്ങണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇൻഡോടിക്ക് പോകലാണ്. എന്താ പറയുക, ഞാൻ പലപ്പോഴും അവളെ വാശിക്ക് മുന്നിൽ ഞാൻ സത്യം പറഞ്ഞാൽ നമ്മളില്ലാതായി പോയിട്ടുണ്ടായിരുന്നു. ഞാൻ പറയട്ടെ, ഞാൻ എന്താ പറയുക, സെക്കൻഡ് പ്രഗ്നൻസി ഡെലിവറി സമയത്ത് ഞാനങ്ങ് മരിച്ചാൽ മതിയെന്നും വരെ ചിന്തിച്ചൊരു ഘട്ടമുണ്ട്. പക്ഷേ ഇപ്പോൾ എനിക്കിത് പറയുമ്പോൾ ഞാൻ എന്തൊരു മണ്ടത്തിയാണ്, അങ്ങനെ ചിന്തിക്കാൻ പാടുണ്ടെന്നൊക്കെ എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്. കാരണം ഞാനിപ്പോൾ ആലോചിക്കുന്നത് എൻ്റെ ലൈഫിലൂടെ കടന്നു പോകുന്ന ഏറ്റവും ബ്യൂട്ടിഫുള്ളായ മൊമെൻറ്റ്സാണ്. എല്ലാവരും പറയും 2 മക്കളാകുമ്പോൾ ഭയങ്കര റിസ്ക്കാണ്. പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്ക് ഇതുവരെ ഞാൻ എങ്ങനെയായിരുന്നു അതിനെക്കാട്ടി ഒന്നും കൂടി ഈസി ആയിട്ട് തോന്നുന്നത് എനിക്കിപ്പോഴാട്ടോ.
അപ്പോൾ ആ ഒരു എന്താ പറയുക, നല്ല രസമായിരുന്നു. പിന്നെ മാത്രമല്ല എൻ്റെ ചെറിയേട്ടൻ്റെ കല്യാണത്തിനൊക്കെ എനിക്ക് ഏറ്റവും ഇഷ്ടം സിമ്പതിയാണ്. നമ്മൾ ഭയങ്കര നല്ല വെൽ ഡ്രസ്ഡ് ആയിട്ടൊക്കെ നടക്കുമ്പോഴും ആൾക്കാർ സിമ്പതിയോടെ നമ്മൾ നോക്കും, ഓ പാവം. പക്ഷെ അത് നമുക്ക് സത്യം പറഞ്ഞാൽ നമുക്ക് സങ്കടമാണ്. നമ്മളെന്തോ വലിയ കുറ്റം ചെയ്ത് നമ്മളെന്തോ ഒരു കുറ്റം ഏറ്റെടുത്തിട്ട് അങ്ങനെയൊക്കെ എനിക്കങ്ങനെയൊക്കെ ഫീൽ ചെയ്തു. അപ്പോൾ എന്താ പറയുക, അത്രേ ഉള്ളൂ, അതൊക്കെ തന്നെയാണ്. അപ്പോൾ ഏതൊരു ഘട്ടത്തിനും നമുക്ക് നമ്മളെ ലൈഫിൽ ഏത് നെഗറ്റീവ് ഫേസും ഇതിൻ്റെ എൻഡ് ഭയങ്കര രസമായിരിക്കും എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണം എൻ്റെ ലൈഫ് എന്നുള്ളത്. ഞാൻ കുഞ്ഞാവ ഗർഭിണിയായിരിക്കും, കുഞ്ഞാവുണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ എന്തൊക്കെയോ എനിക്കിപ്പോൾ തോന്നുന്നു. ഞാൻ വെച്ചാൽ ഇങ്ങനെ ഈ സംഭവം അറിഞ്ഞു വരുന്ന സമയത്ത് ഞാൻ വെച്ചു ഒന്ന് ബൈക്കിൽ നിന്ന് വീഴുന്നെങ്കിൽ ഞാൻ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്കിപ്പോൾ തോന്നുന്നു, ഇപ്പോഴത്തെ കാലിക്കുമ്പോൾ ഭയങ്കരമായിട്ട് എന്തോ സങ്കടം വരും, എന്ത് മണ്ടത്തിയാണ് അത് തോന്നിപ്പോയിട്ട് എനിക്ക്. അപ്പോൾ എന്താ പറയുക, ഇപ്പം ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എന്താ പറയുക, എനിക്കറിയില്ല. എൻ്റെ സംഭവത്തിൽ സത്യം പറഞ്ഞാൽ എൻ്റെ കരിയറൊക്കെ എവിടെയോ, എൻ്റെ എഡ്യൂക്കേഷൻ, എൻ്റെ കരിയർ, എൻ്റെ എല്ലാം അവിടെ മുക്കിൽ കിടക്കുകയാണ്. പക്ഷെ എന്നാലും ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ എന്തോ ഒരു ഹോപ്പിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അപ്പോൾ ഇത്രയോടെ ഗൈസ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇറ്റ്സ് മീ സനി. അപ്പോൾ ബൈ ബൈ.